14th സെഞ്ച്വറിയിൽ ഡാൻറ്റെ എന്ന ഇറ്റാലിയൻ പോയിറ്റ് എഴുതിയ ഒരു എപ്പിക് പോയമാണ് ഡിവൈൻ കോമഡി. ഡിവൈൻ കോമഡി മൂന്നായി തിരിച്ചിരിക്കുന്നു: ഇൻഫെർണോ, പർഗറ്റോറിയോ ആൻഡ് പാരഡൈസോ. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് ചെയ്ത പാപങ്ങൾക്കും നന്മകൾക്കും അടിസ്ഥാനമാക്കിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണാനന്തര ജീവിതം എന്ന ക്രിസ്ത്യൻ കാത്തലിക് ചർച്ച് ബിലീഫിനെ ബേസ് ചെയ്തിട്ടാണ് ഡാൻറ്റെയുടെ ഇൻഫെർണോ, പർഗറ്റോറിയോ, പാരഡൈസോ അടങ്ങിയ ഡിവൈൻ കോമഡി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ജീവിതകാലത്ത് ഒത്തിരി തിന്മകൾ ചെയ്ത ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ ഹെല്ലിൽ പോകുമെന്നും, എന്നാൽ ന്യൂട്രൽ സോൾസ് ആണെങ്കിൽ, അതായത് സാത്താൻ്റെ അടുത്ത് പോകാൻ അത്ര വലിയ പാപം ചെയ്തിട്ടില്ല, എന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റിയ അത്രയും നല്ല വിശുദ്ധമായ സോൾ അല്ലെങ്കിൽ അവർ ശുദ്ധീകരണ സ്ഥലത്ത് പർഗറ്റോറിയിൽ പോകുമെന്നും, അല്ല എന്നാൽ അയാൾ വളരെ നന്നായി ജീവിച്ച ഒരാളാണ്, നല്ലൊരു മനുഷ്യന് വേണ്ട എല്ലാ കാത്തലിക് ചർച്ചിൻ്റെ ഗുണങ്ങളുള്ള ഒരാളാണെങ്കിൽ അവർ പാരഡൈസ്, സ്വർഗത്തിൽ പോകുമെന്നുമുള്ള ഒരു ബിലീഫ് സിസ്റ്റം അനുസരിച്ചാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. സോ നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ഇൻഫെർണോയിലെ ഹെല്ലിൻ്റെ 9 സർക്കിൾസ് അല്ലെങ്കിൽ റിങ്സ് ആണ്. അതായത് ഹെല്ലിലെ ഓരോ സിന്നേഴ്സ് അവരുടെ ഡിഫറെൻറ്റ് സിന്നിൻ്റെ ബേസായി അവരുടെ വിവിധതരമായ പാപങ്ങൾ, അവയുടെ കാഠിന്യം, അതിൽ കിട്ടുന്ന പണിഷ്മെൻറ്റ്, അതിൻ്റെ പ്രത്യേക ഫീച്ചേഴ്സ് ഒക്കെ ബേസാക്കിയിട്ട് അവർ ഓരോരോ സർക്കിളായി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ 9 സർക്കിളും അതിലുള്ള സിന്നേഴ്സും അവരുടെ പണിഷ്മെൻറ്റ്സും പോരാത്തന്നെ ആ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത്. സോ ഇൻഫെർണോ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് കാൻഡോയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഡാൻറ്റെ ഹിംസെൽഫാണ് ഈ ഹെല്ലിലൂടെ പോകുന്നത്. ഓരോ സർക്കിളെല്ലാം കണ്ട് ഒരു ഫിക്ഷണറി ആയിട്ട് കണ്ട് എഴുതുന്നത്. സോ ഫസ്റ്റ് കാൻഡോയിൽ പറയുന്നുണ്ട്, ഡാൻറ്റെ ഒരു 35 വയസ്സായ സമയത്ത് ഒരു ഗുഡ് ഫ്രൈഡേയുടെ തലേദിവസം, അതായത് മൗണ്ടി തേഴ്സ്ഡേയുടെ അന്ന്, ദുഃഖവെള്ളിയുടെ തലേദിവസം ഒരു കാട്ടിൽ പെട്ടുപോവുകയാണ് 35 വയസ്സുള്ള ഈ ഡാൻറ്റെ. കാടെന്ന് പറയുമ്പോൾ ഫുള്ള് ഇരുട്ടാണ്, ഫുൾ ഡാർക്ക്നെസ് ആണ്, വുഡ്സ് ആണ്, ഒത്തിരി ആക്രമകാരികളായ ക്രിയേച്ചേഴ്സ് ഉണ്ട്. സോ ഇതൊക്കെ നമുക്ക് സിംബോളിക്കലി വേണേൽ കണക്ട് ചെയ്യാം. അതായത് ഈ ഡാർക്ക്നെസ്സിനെ ലിമിറ്റേഷൻ ഓഫ് മാൻഹുഡായി കാണാം, ഡിഫറെൻറ്റ് ആനിമൽസിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിളായി പറയാം. ഇവരുടെ എല്ലാവരും ഒരൊറ്റ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാൽവേഷൻ കിട്ടുക, മോക്ഷം കിട്ടുക, റിഡംഷൻ കിട്ടുക. എല്ലാവരും ദൈവത്തെ സെർച്ച് ചെയ്തിട്ടുള്ളൊരു ജേണിയാണ്, ദ ക്വസ്റ്റ് ഫോർ ഗോഡാണ്. സോ ഈ ഡാൻറ്റെ ഇരുട്ടിൽ ഇങ്ങനെ പെട്ട് മുന്നോട്ട് എന്താ പോകേണ്ടത് വഴി അറിയാതെ നിൽക്കുമ്പോൾ ഡാൻറ്റെയുടെ ബിലവഡായ ബിയാട്രിസ് ഡാൻറ്റെയെ സഹായിക്കാനായി, അതായത് ഹെല്ലിലൂടെ വഴി കാണിക്കാനായി, ഹെല്ലിലൂടെ കടന്ന് ശുദ്ധീകരണ സ്ഥലത്തൂടെ കടന്ന് പിന്നെയാണ് ഒരാൾക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലാണ് ഡാൻറ്റെ ഈ പോയം എഴുതിയിരിക്കുന്നത്. സോ ഡാൻറ്റെ ഫസ്റ്റ് ഹെല്ലിലാണ് പോകുന്നത്. സോ ഈ ഹെല്ലിലൂടെയുള്ള വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഡാൻറ്റെയുടെ ബിലവഡായ അലഗറി ഓഫ് സ്പിരിച്വൽ ലവായ അല്ലെങ്കിൽ ഡിവൈൻ ലവിൻ്റെയൊക്കെ മെറ്റഫറായ ബിയാട്രിസ് എന്ന സ്ത്രീ, ഇപ്പോൾ സ്വർഗത്തിലുള്ള സ്ത്രീ, ഡാൻറ്റെയെ സഹായിക്കാനായി ഒരു ഗൈഡിനെ വേണമെന്ന് തോന്നി വെർജിലിനെ വിളിക്കണം. സോ ഈ ബിയാട്രിസ് ആണ് ഇപ്പം ഡാൻറ്റെയെ സഹായിക്കാനായി വെർജിലിനെ വിളിക്കുന്നത്. സോ ബിയാട്രിസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഡാൻറ്റെയെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ദ ബെസ്റ്റ് ഗൈഡ് അല്ലെങ്കിൽ ബെസ്റ്റ് മെൻറ്റർ എന്നൊക്കെ പറയുന്നത് ബിയാട്രിസ് തന്നെയാണ്. സോ ബിയാട്രിസിന് ഒരിക്കലും ഡാൻറ്റെയെ നേരിട്ട് സഹായിക്കാൻ പറ്റില്ല. സോ ബിയാട്രിസ് വെർജിൽ എന്ന് പറയുന്ന മറ്റൊരു റോമൻ പോയിറ്റിനെ വിളിക്കുന്നു. സോ വെർജിൽ ഒരു ഗോസ്റ്റായിട്ടാണ് വരുന്നത്, കാരണം ഹെല്ലിലൂടെയാണ് കടന്നു പോകുന്നത്. സോ വെർജിൽ എന്ന് പറയുന്നത് ഒത്തിരി പ്രൊട്ടഗോണിസ്റ്റിനെയും ഒത്തിരി ക്യാരക്ടേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തൊരു വലിയ പോയിറ്റാണ്. സോ വെർജിലിനെ എന്തിനാണ് ഡാൻറ്റെ തൻ്റെ ഗൈഡായി മെൻറ്ററായി ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒത്തിരി സ്കോളേഴ്സ് അതിൻ്റെ പുറകെ കുറേ റീസൺസ് പറയുന്നുണ്ട്. അതായത് വെർജിൽ എഴുതിയിരിക്കുന്ന ഒത്തിരി എപ്പിക് പോയംസിലൊക്കെ ഉള്ള പ്രൊട്ടഗോണിസ്റ്റും ക്യാരക്ടേഴ്സും അവർ ഹീറോയിക്കായി വെർജിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊത്തിരി സിന്നേഴ്സ് ഉണ്ട്, അവരൊത്തിരി സിന്ന് ചെയ്തവരാണ്, അപ്പോൾ അവർ പാപികളാണെന്നൊക്കെ ഡാൻറ്റെക്ക് ഇൻട്രോഗേറ്റ് ചെയ്യാനാണ് വെർജിലിനെ ഇവിടെ ഗൈഡായി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഒത്തിരി സ്കോളേഴ്സ് പറയുന്നുണ്ട്. സോ അതെല്ലാം മാറ്റി നിർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ വെർജിലാണ് ഇവിടുത്തെ സോഴ്സ് ഓഫ് നോളജ്. ഹി ഈസ് ദ റിസോഴ്സ് പേഴ്സൺ, ഹി നോസ് ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. സോ വെർജിൽ ഒരു ഗോസ്റ്റായിട്ടാണ് ഡാൻറ്റെയെ ഓരോരോ സർക്കിൾസ് ഓഫ് ഹെല്ലിലൂടെ നയിക്കുന്നത്. സോ ഇൻഫെർണോയുടെ ആദ്യത്തെ 2 കാൻഡോസിലും ഈ ഡാൻറ്റെയുടെ ഈ ബിഗിനിങ് ഓഫ് ജേണി, അതായത് ഈ ഫോറസ്റ്റിൽ നിന്നുള്ള ജേണിയും വെർജിലിനെ കണ്ടുമുട്ടുന്നതും ബിയാട്രിസിൻ്റെ സഹായവും ബിയാട്രിസിൻ്റെ സ്പിരിച്വൽ ലൈഫൊക്കെയാണ് കാണിക്കുന്നത്. 3rd കാൻഡോ എന്നൊക്കെ പറയുമ്പം ഡാൻറ്റെ ഹെല്ലിലോട്ട് എത്തുന്നു. ഹെല്ലിലെ എൻറ്ററിങ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്കൊരു ലൈൻ കാണാം, യു എൻറ്ററിങ് ഇൻ എ ലൈഫ് വെർ ദർ ഈസ് നോ ഹോപ്പ്.
അതായത് ഡാൻറ്റയ്ക്ക് മനസ്സിലാവുകയാണ് മരിച്ചു കഴിയുമ്പോൾ ഇതിനൊരു സാൽവേഷൻ ഇല്ല, ഹെല്ലിലോട്ട് കിടക്കുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷകൾക്കും ഒരു ഡിസയറിനും ഒന്നിനും സ്ഥാനമില്ല, മൊത്തം എംപ്റ്റിനെസ് ആണ്. നമ്മൾ കാണാൻ പോകുന്ന സിന്നേഴ്സിനാണ് അവരുടെ പണിഷ്മെൻറ്റ്സ് ആണ്. സോ പിന്നീട് നമ്മൾ പിന്നീടുള്ള ക്യാൻഡോസിൽ നമ്മൾ ഓരോരോ സർക്കിൾസ് ഓഫ് ഹെൽ അല്ലെങ്കിൽ റിങ്സ് ഓഫ് ഹെല്ലാണ് കാണുന്നത്. സോ ഡാൻറ്റെ വിത്ത് ദ ഗൈഡൻസ് ഓഫ് വെർജിൽ ആദ്യത്തെ സർക്കിളിലെത്തുകയാണ്. ഫസ്റ്റ് സർക്കിൾ ഇസ് ലിംബോ. ലിംബോ എന്ന വാക്കിൻ്റെ ലാറ്റിൻ ടേം ലിംബസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എഡ്ജ് ഓർ ബൗണ്ടറി എന്നാണ്. അതായത് ഹെല്ലിൻ്റെ സർക്കിൾസ് തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മേലത്തെ എഡ്ജ്, അതായത് നമ്മൾ ഡാൻറ്റയുടെ ഹെല്ലിൻ്റെ ഇമേജസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും മേലെ കാണുന്ന അത്യാവശ്യം വോളിയമുള്ള ഒരു സർക്കിളാണ് ലിംബോ. സോ എഡ്ജ് അല്ലെ ബൗണ്ടറി എന്നാണ് അതിൻ്റെ അർത്ഥം, ലിംബസ് എന്ന വാക്കിൻ്റെ അർത്ഥം. സോ ഈ ഹെല്ലിലെ ഈ സർക്കിളിലെ ബോസ് എന്ന് പറയുന്നത് കിങ് മിനോസ് ആണ്. ഇവിടെ കാണുന്ന ക്രിയേച്ചേഴ്സ് അൺബാപ്റ്റൈസ്ഡ് ആയ ബേബി, ഗാർഡിയൻ ഡിമൻ, ടോർമെൻറ്റഡ് ഷെയ്ഡ്സ്, ആങ്കർ മിന്നിയൻ ഒക്കെയാണ്. എല്ലാ സർക്കിളിലും എന്തെങ്കിലും ക്രിയേച്ചേഴ്സിന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് കെറോൺസ് ഫെറിയാണ്. ഇവിടുത്തെ ഹോസ്റ്റ് എന്ന് പറയുന്നത് പൊന്തിയസ് പൈലേറ്റ് ആണ്. അതായത് പൊന്തിയസ് പിലാത്തോസ് ആണ് ഇവിടുത്തെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സർക്കിൾ നോക്കുമ്പോൾ ലിംബോ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാഗൻസും എല്ലാ ഹെററ്റിക്സുമാണ് ഇവിടെ ഉള്ളത്. അതായത് ക്രൈസ്റ്റിന് മുമ്പ് ജനിച്ച ക്രിസ്ത്യാനിയാവാൻ പറ്റാതെ പോയ എല്ലാവരും ഈ ലിംബോയിലുണ്ട്. അതായത് ബിഫോർ ക്രൈസ്റ്റ് വന്നതിന് ശേഷമാണ് ക്രൈസ്റ്റ് ഫോളോവേഴ്സ് ഉണ്ടായത്, ക്രിസ്ത്യൻസ് ഉണ്ടായത്. സോ ക്രൈസ്റ്റിന് മുമ്പുണ്ടായിരുന്ന പാഗൻസ്, ബിലീവേഴ്സ് അല്ലാത്തവരായ എല്ലാവരുമാണ് ഇവിടെ കാണുന്നത്. പാഗൻസ് ആൻഡ് അൺബാപ്റ്റൈസ്ഡ് ആയ ആൾക്കാരാണ് ലിംബോ എന്ന് പറയുന്ന ഫസ്റ്റ് സർക്കിളിൽ കാണുന്നത്. ഇവിടെ വെർജിൽ നോക്കുമ്പോൾ വെർജിലിനെ അറിയുന്ന ഒത്തിരി ഫേമസ് ആയ ആൾക്കാർ ഇവിടെയുണ്ട്. സോ അവരാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിത്തോളജിക്കൽ ഫിഗേഴ്സായ ഓർഫിയസ്, എലക്ട്ര, ഹെക്ടർ, ആമസോൺ ക്വീനായ പെന്തിസീലിയ, പിന്നെ എയ്നസ്, ലാറ്റിനസ്, കമില, ലവീനിയ എന്നിവരുണ്ട്. പോയറ്റ്സായ ഹോമർ, ഹൊറേസ്, ഓവിഡ്, ലൂക്യാൻ എന്നിവരുണ്ട്. മാത്തമാറ്റീഷ്യനായ യൂക്ലിഡ് ഉണ്ട്. അസ്ട്രോണമറായ ടോളമി ഉണ്ട്. ഫിലോസഫേഴ്സായ അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലേറ്റോ, ഡെമോക്രിറ്റസ്, ഡയോജീനസ്, തെയേൽസ്, ഹെറാക്ലിറ്റസ് എന്ന് പറയുന്ന കുറേ ഫിലോസഫേഴ്സ് ഉണ്ട്. ഫിലോസഫേഴ്സ് കുറേ പേരുണ്ട്. മോറോവർ നമ്മുടെ ഡാൻറ്റയുടെ ഗൈഡായ വെർജിലും ഈ സർക്കിളിലുള്ള സോളാണ്. വെർജിൽ ഒരു ഗോസ്റ്റാണെന്ന്, ഒപ്പം ഈ സർക്കിളിലുള്ള സോളാണ് വെർജിലും. കാരണം വെർജിലും ജീസസ് ക്രൈസ്റ്റിന് മുമ്പ് ജനിച്ച ഒരു പാഗനായിരുന്നു. സോ ഫസ്റ്റ് സർക്കിൾ ലിംബോ ഇതാണ്. ഇവിടെയുള്ള പണിഷ്മെൻറ്റ്സ് കുറവാണ്. ഇവർ ഹെവണിനേക്കാളും ഇൻഫീരിയർ ആണ്, പാപികളാണ്. അങ്ങനെ വലിയ പണിഷ്മെൻറ്റ്സ് ഇവിടെ കുറവാണ്. സെക്കൻഡ് സർക്കിളിലോട്ട് പിന്നീട് ഡാൻറ്റെ വിത്ത് ദ ഗൈഡൻസ് ഓഫ് വെർജിൽ പോകുന്നുണ്ട്. സെക്കൻഡ് സർക്കിളാണ് ലെസ്റ്റ്. ലെസ്റ്റ് എന്ന് പറയുമ്പോൾ സെക്ഷുവൽ ഡിസയർ എന്നതിലുപരി നമുക്ക് വേറെ എന്തിനോടുള്ള നെഗറ്റീവ് ഡിസയേഴ്സ് എല്ലാം ലെസ്റ്റിൽ പെടുന്നതാണ്. വെൽത്തിനോടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രീഡി ആണെങ്കിലും എന്ത് പൊസഷൻസ് ആണെങ്കിലും പൊസിഷൻസിനോടുള്ള ഓവർ ഡിസയേഴ്സൊക്കെ ലെസ്റ്റിൽ പെടുന്നവരാണ്. അങ്ങനെ പാഷനേറ്റ് ഓവർ നെഗറ്റീവ് വെൽത്ത് അങ്ങനെ ചെയ്തവരൊക്കെയാണ് ഈ ഒരു സർക്കിളിലുള്ളത്. അഡൽട്ടറി ചെയ്തവരുണ്ട്. അങ്ങനെ ലെസ്റ്റ്, ചീറ്റഡ് അല്ലെങ്കിൽ ഡിസീവ്ഡ് ബൈ വിമൻ, അങ്ങനെ എല്ലാവരും ഈ ഒരു ലെസ്റ്റ് എന്ന് പറയുന്ന സർക്കിളിൽ പെടുന്നവരാണ്. അതായത് നെഗറ്റീവായ ഏത് ഡിസയേഴ്സിനെയും ലൈഫിൽ കൊണ്ടു നടന്ന എല്ലാവരും ഈ ഒരു സർക്കിളിലുള്ളവരാണ്. ഈ ഒരു സർക്കിളിലുള്ള ബോസ് എന്ന് പറയുന്നത് ക്ലിയോപാട്ര ആൻഡ് മാർക്ക് ആൻ്റണിയാണ്. ഇവിടെയുള്ള ക്രിയേച്ചേഴ്സ് ടെംപ്ട്രസ് ആണ്. ഇവിടെയുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയൊരു ടവർ ഉണ്ട്, ടവർ ഓഫ് ലെസ്റ്റ് ഉണ്ട്. ഈ ടവർ ഓഫ് ലെസ്റ്റിന് മേലെയുള്ളത് ക്ലിയോപാട്രയാണ്. പിന്നെ ഇവിടെ ഫ്രാൻസിസ്കാറ്റ്, പോലൻഡ പോലെ ഒത്തിരി പേരുണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും. ഇവിടെ എത്തുമ്പോൾ വെർജിൽ പറയുന്നുണ്ട്, ടു ദിസ് ടോർമെന്റ് ആർ കണ്ടംഡ് ദ കാർണൽ ഡാംഡ് ദോസ് ഫോർ ഹൂം ഡിസയർ കോൺക്വേർഡ് റീസൺ. അതായത് റീസണിനെ ഡിസയർ കോൺക്വർ ചെയ്തവർ, അതായത് ഒരു പ്രാക്ടിക്കലായ ലൈഫിന് മേലെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും വെച്ച് അങ്ങനെ ജീവിതം നശിപ്പിച്ചവരാണ് ഈ ഒരു സർക്കിളിൽ കാണാൻ പറ്റുന്നതെന്ന് വെർജിൽ ഡാൻറ്റയോട് പറയുന്നുണ്ട്. അതായത് ഓരോ സർക്കിളിൽ എത്തുമ്പോഴും വെർജിൽ ഡാൻറ്റയ്ക്ക് ആ സർക്കിളിൻ്റെ പെക്യുലാരിറ്റീസും ഫീച്ചേഴ്സും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സർക്കിളിലെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വലിയൊരു ടവർ ഉണ്ട്. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഡാൻറ്റെ കുറേ പേരെ കാണുന്നുണ്ട്. അവരാരൊക്കെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ സെമിറാമിസ് ഉണ്ട്, ഡിഡോ ഉണ്ട്, ക്ലിയോപാട്ര, ഹെലൻ ഓഫ് ട്രോയ്, അച്ചിലസ്, പാരിസ്, ട്രിസ്റ്റൻ,
ഫ്രാൻസിസ്ക ജെ പോലൻഡ, പോലോ മാലടെസ്റ്റ, അങ്ങനെ ഒത്തിരി പേര് ഇവിടെയുണ്ട്. ഇതിൽ ഡിഡോ എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് വെർജിലാണ്. അതായത് ഈനസ് എന്ന് പറയുന്ന ഒരു ട്രോജൻ ഹീറോ ഈ ഡിഡോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രണയിക്കുകയും, പക്ഷേ ഈ എയ്നസ് എന്ന് പറഞ്ഞ ട്രോജൻ ഹീറോയെ പ്രണയിക്കുകയും അതിനുശേഷം എയ്നസിൻ്റെ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു വിഷമത്തിൽ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തൊരു ക്യാരക്ടറാണ് ഡിഡോ എയ്നസിനെ പ്രണയിക്കുന്നതിന് മുമ്പ് ഡിഡോയ്ക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ആ ഹസ്ബൻഡ് മരിച്ചു പോയിരുന്നു. അതിനുശേഷമാണ് എയ്നസിനെ പ്രണയിക്കുന്നത്. എന്നാലും അതൊരു ഡിഡോയുടെ ലെസ്റ്റ് എന്ന രീതിയിലാണ് ഇവിടെ ഡാൻ്റെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഡിഡോ എന്ന് പറയുന്നത് വെർജിലിൻ്റെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഫ്രാൻസിസ്ക എന്ന് പറയുന്നതും ഈ ഒരു സർക്കിളിലുള്ള ഫ്രാൻസിസ്ക എന്ന് പറയുന്നതും അവളുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറായ പൗലോയെ പ്രണയിച്ച് അതിൻ്റെ പേരിൽ ലെസ്റ്റ് എന്ന രീതിയിൽ ഈ ഒരു സർക്കിളിൽ വന്ന ഒരു ക്യാരക്ടറാണ്. സോ ലൈഫിലെ സുഖസൗകര്യങ്ങൾക്ക് പുറകെ പോയിട്ട് അങ്ങനെ ലെസ്റ്റിയായ ജീവിതം നയിച്ചവരെല്ലാം ഈ സർക്കിളിലുണ്ട്. ഈ സർക്കിളിലുള്ളവരുടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ വല്ലാത്ത സ്റ്റോംസും വിൻഡൊക്കെയാണ്. അപ്പം ഈ സ്റ്റോംസും വിൻഡും വഴി അവർ ഫുൾ വയലൻസിൽ, അതായത് ബീയിങ് ബ്ലോൺ വയലൻ്റ്ലി ബാക്ക് ആൻഡ് ഫോർത്ത് ബൈ സ്ട്രോങ് വിൻസ്, അതായത് ഈ സ്റ്റോം വിൻസ് വഴിയായിട്ട് അവർക്കൊരു റെസ്റ്റ് ആൻഡ് പീസ് ഇല്ലാതെ ഫുൾ ഡിസ്ട്രാക്റ്റഡ് ആൻഡ് വയലൻസ് ഉള്ളൊരു ലൈഫ്, അതാണ് അവർക്കുള്ളവരുടെ ഒരു പണിഷ്മെൻറ്റ്സ്. അതായത് ഫുൾ ടൈം സ്റ്റോമാണ്, വിൻഡാണ്. അപ്പോൾ അവർ ഈ കാറ്റടിക്കുന്ന ആ ദിശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു പീസ് അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലാത്തൊരു റെസ്റ്റ്ലെസ് ലൈഫാണ് ഇവർക്കുള്ള പണിഷ്മെൻറ്റ്സ്. പിന്നീട് വെർജിലിൻ്റെ ഗൈഡൻസിൽ ഡാൻ്റെ പോകുന്ന സർക്കിൾ നമ്പർ 3ലേക്കാണ്. അവിടെ നമ്മൾ കാണുന്നത് ഗ്ലുട്ടണിയാണ്. ഗ്ലുട്ടണി എന്ന് പറയുമ്പോൾ, അല്ലെ ഗ്ലുട്ടൻസ് എന്ന് പറയുമ്പം അവർ ചെയ്ത സിൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതകാലത്ത് അവർക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഭക്ഷണം വേസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്ക്, അതായത് നീഡി പീപ്പിളുടെ ഫുഡിനെ ഡിനൈ ചെയ്തവരാണ്. അതായത് അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ച് ഫാറ്റായി ഒരു പിഗിനെ പോലെയായി, അതുവഴി ആവശ്യമുള്ളവർക്ക് ഫുഡ് അതിന് സ്കേഴ്സിറ്റി ഉണ്ടായി. അതായത് നീഡി പീപ്പിളുടെ ഫുഡിൻ്റെ അവരുടെ അവകാശം ഇല്ലാതാക്കിയവരാണ് ഇവിടെ ഗ്ലൂട്ടൻസിൽ കാണുന്നത്. സോ ഇത് സർക്കിൾ നമ്പർ 3 ആണ്. ഇവിടെയുള്ള ബോസ് എന്ന് പറയുന്നത് സെർബറസ് എന്ന് പറയുന്ന ഒരു ജയൻറ്റ് ജീവിയാണ്. സെർബറസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെർബറസിൻ്റെ ബോഡി എന്ന് പറയുന്ന ഒരു വേർമിനെ പോലെയാണ്, പക്ഷേ 3 തലയുണ്ട്. ഒരു ശരീരവും 3 തലയാണ്. ഈ 3 തലകളും ഡോഗ്സിൻ്റെ തലയാണ്. സോ അത് ഭയങ്കര ഉപദ്രവകാരിയായ ഒരു ഡിമണാണ്. അത് പോരാത്തതിന് ജോർച്ചർ വേം ഇവിടെയുണ്ട്. പിന്നെ ലെസ്റ്റ് എന്ന് പറയുന്ന സെക്കൻഡ് സർക്കിളിൽ നമ്മൾ ടവർ ഓഫ് ലെസ്റ്റ് കണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ കാണുന്ന ലൊക്കേഷൻ ഹാൾ ഓഫ് ഗ്ലൂട്ടൻസ് ആണ്. ഓക്കെ, ഇവിടെയുള്ള ഇവരുടെ ശിക്ഷ എന്ന് പറയുന്നത്, ഇവരുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഒരു ആനിമൽസിനെ പോലെയാണ് ഇവരെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ ജീവിതം വല്ലാത്ത ദുരിതമാണ്. വെർജിൽ പറയുന്നുണ്ട് ഡാൻഡിയോട്, ഫോർ ദ റൂയിനസ് ഫോൾട്ട് ഓഫ് ഗ്ലുട്ടണി സോ ആർ ദീസ് സോൾസ് ബ്രോക്കൺ ബൈ ദ റെയിൻ ആൻഡ് ദ മഡ്. അതായത് ഫുൾ മഴ പെയ്ത് ചെളിക്കുഴിയിൽ ഫിൽത്തി ആയിട്ട് ഒരു വൃത്തിയുമില്ലാതെ സ്റ്റിങ്കിങ് ആയിട്ട് കഴിയുന്ന ഒരു ജീവിതം, അതാണ് ഇവർക്കുള്ള പണിഷ്മെൻറ്റ്. അതായത് വെർജിൽ അവിടെ പറയുന്നുണ്ട്, ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് മടി പിഗ്, അതായത് ചെളിമണ്ണിൽ ഉരുളുന്ന പന്നിയേക്കാളും വേഴ്സാണ്. ഫുൾ ഫിൽത്തി സ്ലഷൊക്കെയാണ്. അവരുടെ ഗ്രൗണ്ട് മൊത്തം ഈ ചെളിയൊക്കെ പിടിച്ച് ഒരു വൃത്തിയില്ലാതെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന സ്ലഷും, നമുക്ക് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ വളരെ ഫിഷ്യസായി ഒരു വൃത്തിയില്ലാത്ത മാലിന്യമൊക്കെ ഉള്ള ഒരു വൃത്തികേട്. അതായത് അവർ ജീവിതകാലത്ത് കഴിച്ച് ആ ഭക്ഷണങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റായി അവരുടെ ഒരു വേസ്റ്റ്, ഒരു ഡംപിങ് ആയി ഉള്ളൊരു പ്ലേസായിട്ട് കണക്കൂട്ടിയാൽ മതി. സോ അത്രയും അൺക്ലീനി അല്ലെങ്കിൽ ഒരു വൃത്തിയും ഇല്ലാതെ ഫിൽത്തിയായി കിടക്കുന്ന ഒരു ലൈഫ്, അതാണ് അവർക്ക് അവിടെയുള്ള ശിക്ഷ എന്ന് പറയുന്നത്, ഒരു പണിഷ്മെൻറ്റ്സ്. സോ ഈ തേർഡ് സർക്കിളായ ഗ്ലുട്ടണി കടന്ന് അവർ 4th സർക്കിളിലേക്കാണ് പിന്നീട് വെർജിലിൻ്റെ ഗൈഡൻസിൽ ഡാൻ്റെ പോകുന്നത്. ഇവർ ഓരോ സർക്കിളിലും പോകുമ്പോൾ അവിടെയുള്ള ഡിമൻസ് ഒക്കെ ഇവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ലാസ്റ്റ് സർക്കിളായ ഗ്ലുട്ടണിയിൽ പോയപ്പോൾ സെർബറസ് എന്ന് പറയുന്ന ഡോഗ്സിൻ്റെ ഹെഡുള്ള ആ ഒരു ഡിമനെ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡാൻഡെയും വെർജിൽ എന്തെങ്കിലും ഒരു ഉപായം ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. സോ ഇപ്പോൾ ഇവരുടെ 4th സർക്കിളിലെത്തി, ദ സർക്കിൾ ഓഫ് ഗ്രീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ പൊസഷൻസിനോ അല്ലെങ്കിൽ സ്വന്തം സ്ഥാനക്കയറ്റത്തിനും വേണ്ടി അതിയായി കൊതിച്ച്
അതിന് വേണ്ടിയിട്ട് ഏത് ഉപായവും ഉപയോഗിച്ച് ജീവിതകാലത്ത് അത്തരത്തിലൊരു സിൻ ചെയ്തവരാണ് ഇന്ന് ഫോർത്ത് സർക്കിളായി ഗ്രീഡിലുള്ളത്. ഫോർത്ത് സർക്കിൾ എന്ന് പറയുമ്പം അത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാൻ്റെയും വെർജിലും ഫോർത്ത് സർക്കിളിൽ എത്തുമ്പോൾ ഡാൻ്റെ കാണുന്നത് ഈ സർക്കിൾ ഇസ് ഡിവൈഡഡ് ഇൻ ഹാഫ്, രണ്ടായി മുറിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഹോർഡഡ് ആണ്. ഹോർഡഡ് എന്ന് പറയുമ്പോൾ ദ പീപ്പിൾ ഹൂ വർ ഗ്രീഡി അബൌട്ട് ദർ പൊസിഷൻസ് ആൻഡ് പൊസഷൻസ്. അതായത് അവരുടെ ജീവിതകാലത്ത് മനുഷ്യർ തങ്ങളുടെ സ്ഥാനക്കയറ്റം, തങ്ങളുടെ സമ്പത്ത്, തങ്ങളുടെ വെൽത്ത് അല്ലെങ്കിൽ തങ്ങളുടെ പൊസഷൻസ് അതിന് വേണ്ടിയിട്ട് അതിയായി കൊതിച്ച് ഗ്രീഡി ആയിരുന്നവരാണ്. തങ്ങൾക്ക് ഉന്നമനം കിട്ടാൻ വേണ്ടി, ഉയർച്ച കിട്ടാൻ വേണ്ടിയായി അതിയായി കൊതിച്ചവർ, അവരാണ് ഹോർഡഡിലുള്ളത്. മറ്റേ വിഭാഗം ജോസ്റ്റിംഗ് ആണ്. അതായത് ബാക്കിയുള്ളവരുടെ പൊസഷൻസും അവരുടെ വെൽത്തും കണ്ട് അതിൽ ഗ്രീഡിയായി അസൂയ മൂത്തിരുന്നവരാണ് സെക്കൻഡ് പൊസിഷൻ. അതായത് ഫസ്റ്റ് തങ്ങളുടെ ഇതിനു വേണ്ടി ഇങ്ങനെ അതിയായി സെൽഫിഷ് ആയിരുന്നവർ, സെൽഫിഷ് ഗ്രേഡ്. രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടിട്ട് അതിൽ ഗ്രീഡായിരുന്നവർ. സോ ഈ സർക്കിളിലൂടെ ഡാൻ്റെ വിർജിലും പോകുമ്പോൾ ഡാൻ്റെക്ക് അറിയുന്ന ആരൊക്കെയൊക്കെയോ കാണുന്നുണ്ട്. അതായത് കുറേ കാർഡിനൽസ്, കുറേ പോപ്സ്, കുറേ ക്ലേർജി. അതായത് കാത്തലിക് ചർച്ചിൽ തന്നെ ഉണ്ടായിരുന്ന ഒത്തിരി കാർഡിനൽസും പോപ്സും അവർ മറ്റുള്ളവരുടെ സ്ഥാനക്കയറ്റത്തിൽ അസൂയ മൂത്തതോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഏത് വഴികളും സ്വീകരിച്ച ഒത്തിരി കാർഡിനൽസും പോപ്സും ക്ലേർജിമാൻസും ഒക്കെയാണ് ഈ ഒരു സർക്കിളിൽ ഡാൻ്റെ കാണുന്നത്. ഇവിടെ വെർജിൽ പറയുന്നുണ്ട് ഡാൻ്റെയോട്, For the crime of greed do these souls suffer. Those clerks, asquint of mind, made no measured spending in life, and by contrast, they in this popes and cardinals greed practiced its excess. പറയുന്നുണ്ട് ഈ പോപ്സും കാർഡിനൽസും ഒക്കെ അവർ ബാക്കിയുള്ളവരോട് അവരുടെ താഴെയുള്ള ബിലീവേഴ്സിനോട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഒത്തിരി ഗ്രീഡി ആയിരുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഗ്രീഡിൽ നമ്മൾ വേറൊരു കാര്യം കാണുന്നുണ്ട്. ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർച്യൂൺ വീൽ കറക്കിയിട്ടാണ് ഇവരുടെ പണിഷ്മെൻറ്റ്സ് ഓരോന്നായി ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ബീയിങ് ബോയിൽഡ് ഇൻ അലൈവ് ഇൻ ഓയിൽ ഫോർ ഓൾ എറ്റേണിറ്റി. അത് തിളയ്ക്കുന്ന എണ്ണയിൽ ജീവനോടെ പിടിച്ചിടും, എന്നിട്ട് അതിൽ കിടന്ന് ദുരിതം അനുഭവിക്കും. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പണിഷ്മെൻറ്റ്. ഇവിടെ ത്രോൺറ്റമൻസ് ഉണ്ട്, ഹോർഡേഴ്സ് ഉണ്ട്, വേസ്റ്റർ ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഇവിടെയുള്ള ബോസ് എന്ന് പറയുന്നത് പ്ലൂട്ടസ് ആണ്. പ്ലൂട്ടസ് ഉണ്ട്. പിന്നെ ഈവൻ ഡാൻ്റെ പിതാവിനെ അടക്കം പിതാവിൻ്റെ ഷെയ്ഡ് പോലും ഈ ഒരു ഗ്രീഡിൽ കാണുന്നുണ്ട്. ഡാൻ്റെയുടെ പിതാവിനെ പോലും ഡാൻ്റെ ഇവിടെ കാണുന്നുണ്ട്. സോ ഇതാണ് ഫോർത്ത് സർക്കിൾ ഗ്രീഡ്. അതിനുശേഷം ഇവർ അടുത്ത സർക്കിളായ ഫിഫ്ത്ത് സർക്കിളായ ആങ്കറിലോട്ട് വരികയാണ്. നമ്മൾ ലെസ്റ്റിൻ്റെ സർക്കിളിൽ ടവർ ഓഫ് ലെസ്റ്റ് കണ്ടതുപോലെ, അല്ലെങ്കിൽ ഗ്ലൂട്ടണിയുടെ സർക്കിളിൽ ഹോൾ ഓഫ് ഗ്ലൂട്ടൻസ് കണ്ടതുപോലെ, ലാസ്റ്റ് ഗ്രീഡിൻ്റെ സർക്കിളിൽ നമ്മൾ ഡിവിഷൻ കണ്ടതുപോലെ അല്ലെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ കണ്ടതുപോലെ, നമ്മൾ ഈ ഫിഫ്ത്ത് സർക്കിളിൽ കാണുന്നത് രണ്ട് ലൊക്കേഷൻസാണ്. ഒന്ന് റിവർ സ്റ്റൈക്സും പിന്നെ സിറ്റി ഓഫ് ഡിസ്സും. ഇവർ റിവർ സ്റ്റൈക്സ് എന്ന പേരായ റിവർ കടന്നിട്ടാണ് അവർ ഈ സർക്കിളിലെത്തുന്നത്. ഇവർ റിവറിലൂടെ കൊണ്ടുപോകുന്നത് ഫ്ലെഗ്യാസ് എന്ന് പറയുന്ന ഒരു ഡിമനാണ്. ഫ്ലെഗ്യാസ് ഒക്കെ വളരെ ഹാംഫുള്ളായ ഉപദ്രവകാരിയായ ഡിമനാണ്. ഈ ഡിമനാണ് ഈ വെർജിലിനെയും ഡാൻ്റെയും ഫിഫ്ത്ത് സർക്കിളിലോട്ട് എത്തിക്കുന്നത്. ഫിഫ്ത്ത് സർക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ ദേഷ്യം വഴിയായിട്ട്, മനുഷ്യരുടെ ദേഷ്യം വഴിയായിട്ട് വയലൻസ് ക്രിയേറ്റ് ചെയ്ത് വാർസ്, ഒത്തിരി യുദ്ധങ്ങൾ, അടിയും പിടിയും ഒക്കെ നടത്തി എർത്തിനൊരു ഹെല്ലിഷാക്കിയ എല്ലാവരും, അതായത് തങ്ങളുടെ ദേഷ്യം അടക്കി വെക്കാൻ പറ്റാതെ ലോകത്തെ ഹെല്ലിഷാക്കിയവരൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവരുടെ ഒരു ശിക്ഷ എന്ന് പറയുന്നത് റിവർ സ്റ്റൈക്സ് ഉണ്ടല്ലോ, അത് വളരെ ഐസിയായ ഫ്രീസ്ഡായ ഒരു റിവറാണ്. സോ അവരുടെ ജീവിതകാലത്ത് അടികൂടിയോണെങ്കിൽ ഇന്നിവർ ഈ റിവറിൻ്റെ സർഫസിലും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുമൊക്കെ പെട്ട് ദുരിതം അനുഭവിക്കാനാണ്. ആ റിവറിൽ കിടന്ന് ഭയങ്കര ഐസി ആയിട്ട് വളരെ മാഷായിട്ടുള്ള ആ റിവറിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്നവരാണ് ഇന്ന് ഈ ഒരു സർക്കിളിലുള്ളത്. ഇവിടെയുള്ള ക്രീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടുപോയ ഉള്ള എല്ലാ സർക്കിളിലെയും, അതായത് ഗ്രീഡ്, ഗ്ലുട്ടണി, ലിംബോ, ലെസ്റ്റ്, ഇതുവരെ കണ്ട 4 സർക്കിളിലുമുള്ള എല്ലാ ക്രിയേച്ചേഴ്സും ഈ ഫിഫ്ത്ത് സർക്കിളായ ആങ്കറിലുണ്ട്. പിന്നെ ഈ സർക്കിളിലൂടെ ഇങ്ങനെ ഡാൻ്റെ വിത്ത് ഗൈഡൻസ് ഓഫ് വെർജിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഡാൻ്റെക്ക് അറിയുന്ന ഒരാളെ കാണുന്നുണ്ട്. അതായത് സിറ്റി ഓഫ് ഡിസിലെത്തുമ്പോൾ ഡാൻ്റെ ഫിലിപ്പോ അർജൻറ്റി എന്ന് പറയുന്ന ഡാൻ്റെയുടെ ഒറിജിനൽ റിയൽ ലൈഫിലുണ്ടായിരുന്ന ഒരു പേഴ്സണൽ എനിമീനെ കാണുന്നുണ്ട്.
ഫിലിപ്പോ അർജൻറ്റി എന്ന് പറയുമ്പോൾ ഡാൻറ്റയുടെ കുറേ സ്വത്തുക്കളൊക്കെ ഡാൻറ്റയോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ തട്ടിയെടുത്ത് ഡാൻറ്റയെ ഫ്ലോറൻസിൽ നിന്ന് ഓടിച്ചു വിട്ട ഒരു മനുഷ്യനാണ്. സോ ഈ ഫിലിപ്പോ അർജൻറ്റിയെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ റിവർ സ്റ്റൈക്സും ദ സിറ്റി ഓഫ് ഡിസും എല്ലാം ഉള്ളത് ഈ ഒരു 5th സർക്കിളായ ആങ്കറിലാണ്. ജീവിതകാലത്ത് ഹെല്ലിഷായി അവർ ദേഷ്യപ്പെട്ടു. ഇന്ന് അവർ തണുത്തുറഞ്ഞ് ഹെല്ലിഷ് റിവറിൽ കഴിയേണ്ട ഒരു അവസ്ഥയാണ് ഇവർക്ക് ഇന്നുള്ളത്. വിർജിൽ ഡാൻറ്റയോട് പറയുന്നുണ്ട്, സീ ദ സോൾസ് over whom anger prevailed. In the warm bath of the sun they were hateful. Down here in the black sludge of the river Styx, do they wish they had never been born? അതായത് ഇന്ന് ഈ കഷ്ടത അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ടാവും, അവർ ജനിക്കാതിരിക്കുന്നതായിരുന്നു ഇന്ന് ഈ പണിഷ്മെൻറ്റ്സിനേക്കാളും ഭേദമെന്ന്. സോ അത്രയും ഒരു ദുരിതമായൊരവസ്ഥയാണ്. അതായത് ഓരോ സർക്കിളും കടന്നു പോകുമ്പോൾ പാപങ്ങളുടെ കാഠിന്യം കൂടും, അതുവഴി കിടന്ന പണിഷ്മെൻറ്റ്സിൻ്റെ കാഠിന്യം കൂടും എന്നാണ് ഡാൻറ്റ പറയുന്നത്. അതിനുശേഷം 5th സർക്കിൾ കടന്ന് അവർ 6th സർക്കിളായ ഹെറസിയിലോട്ട് വരികയാണ്. 6th സർക്കിൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത എല്ലാവരും, അതായത് ദൈവവിശ്വാസമില്ലാത്ത വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ, ഐഡൽ വർഷിപ്പ് നടത്തുന്നവരാണെങ്കിൽ അവർ, പോരാത്തതിന് പാഗൻസ്, ഹെററ്റിക്സ്, അങ്ങനെ ദൈവത്തെ വിശ്വാസമില്ലാത്ത എല്ലാവരും. അതായത് ഇവിടെ ഡാൻറ്റ പറയുന്നുണ്ട്, ക്രൈസ്റ്റിന് മുമ്പായിരുന്നെങ്കിൽ നമുക്ക് പറയാം ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു രക്ഷിക്കാൻ വരുന്ന ഒരു നമുക്ക് ഒരു ഗോഡ് എന്ന് പറയുന്നൊരു ഫിഗർ ഉണ്ടായിരുന്നില്ല. പക്ഷെ ക്രൈസ്റ്റിന് ശേഷം, ക്രൈസ്റ്റ് ഉണ്ടായിട്ട് പോലും ദൈവത്തെ വിശ്വസിക്കാതെ വീണ്ടും പാഗൻസിൻ്റെ ജീവിതം തുടർന്ന ആൾക്കാരൊക്കെ ഈ ഹെറസി കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. ഇവിടെയുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് മുമ്പത്തെ സർക്കിളിൽ കണ്ട സിറ്റി ഓഫ് ഡിസ് തന്നെയാണ്. സിറ്റി ഓഫ് ഡിസ് കുറച്ച് വലുതാണ്. സിറ്റി ഓഫ് ഡിസ് തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഒത്തിരി ഫേമസ് ആയ ആൾക്കാരുണ്ട്. അതായത് ഫാരിനേറ്റ ഉബർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, പിന്നെ എംപറർ ഫ്രെഡറിക് II ഉണ്ട്, പോപ്പ് അനസ്തീഷ്യസ് II ഉണ്ട്, എപ്പിക്യൂറസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഫേമസ് ആയ ആൾക്കാരുണ്ട്. പോരാത്തതിന് ഡാൻറ്റ ഇവിടെ കുറച്ച് ഫോളൻ ഏഞ്ചൽസിനെ കണ്ടുമുട്ടുന്നുണ്ട്, പിന്നെ ഹെററ്റിക്സ്, പാഗൻസ് അങ്ങനെയുള്ളവരുണ്ട്. ഇവിടെയുള്ളവരുടെ ശിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും നേരം നമ്മൾ കണ്ട ഐസി ഫ്രീസ് ആയിട്ടുള്ള തണുത്തുറങ്ങിയ അവസ്ഥയാണെങ്കിൽ ഇവിടെ കാണുന്നത് ചൂടുള്ള അവസ്ഥയാണ്. ഫ്ലെയിമിങ് ടോംസ്, അതായത് ഫയറുള്ള ടോംസ് വന്ന് ഈ പാപികളെ ട്രാപ്പ് ചെയ്ത് അതിൽ സ്റ്റക്ക് ചെയ്ത് ആ ടോംസ് കിടന്ന് ദുരിതം അനുഭവിക്കുന്നു. അപ്പം ഫ്ലെയിമിങ് ടോംസ് ആണ് ഇവിടെയുള്ളവരുടെ ശിക്ഷ. വിർജിൽ ഡാൻറ്റയോട് പറയുന്നുണ്ട്, ഹിയർ യു വിൽ ഫൈൻഡ് ദ ഹെററ്റിക്സ് ആൻഡ് ദ ഫോളോവേഴ്സ് ഓഫ് എവറി കൾട്ട് ആൻഡ് പാഗൻ സെറ്റ്, ഓൾ ബറീഡ് ടുഗെദർ ബേണിംഗ് ഇൻ എറ്റേണൽ ഫയർ. സോ ഇവിടെ പാഗൻസ് അല്ലെങ്കിൽ ഹെററ്റിക്സ് അതിൻ്റെ ഫോളോവേഴ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെയുള്ളവരെല്ലാം ഇങ്ങനെ ഈ എറ്റേണൽ ഫയർ, ഈ ഒരു തീയിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്നവരാണ് എന്ന് പറയുന്നു. അതിനുശേഷം 6th സർക്കിൾ പിന്നിട്ട് അവർ 7th സർക്കിളായ വയലൻസിലോട്ട് പോകുന്നു. ഈ സർക്കിളും ആങ്കറൊക്കെ പോലെ ജീവിതകാലത്ത് തങ്ങളുടെ വയലൻസ് വഴിയായിട്ട് ആൾക്കാരെ കൊന്നൊടുക്കിയ, തന്നെ ഹെല്ലിഷാക്കിയ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ഗ്രേറ്റ് ഹീറോസ്, കിങ്സ്, അങ്ങനെ ബാക്കിയുള്ളവരെ കൊല്ലുകയും ഇംപ്രസൺ ചെയ്യുകയും തടവിലാക്കുകയും ചെയ്ത ആൾക്കാരൊക്കെ നമുക്ക് കാണാം. ഈ സർക്കിളിലും ഒത്തിരി ക്രിയേച്ചേഴ്സ് ഉണ്ട്. ആർച്ച് ഡിമൻ ഉണ്ട്, ഡാംഡ് ക്രുസൈഡേഴ്സ്, ഡാംഡ് ക്യാപ്റ്റൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ദ വുഡ് ഓഫ് സൂയിസൈഡ്സ് ഉണ്ട്, ദ ബേണിംഗ് സാൻഡ്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഒത്തിരി നമുക്കറിയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ സർക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കിളിനെ 3 സബ് റിങ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സബ് റിങ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സബ് റിങ് ആണ് ദ മെൻ ഹു കമ്മിറ്റഡ് വയലൻസ് ടു ദർ നെയ്ബേഴ്സ്, അതായത് മറ്റുള്ളവരുമായിട്ട് വയലൻസ് കാണിച്ച്, വാർ കാണിച്ച്, യുദ്ധങ്ങളിൽ ഏർപ്പെട്ട് മറ്റുള്ളവരുമായി തല്ലുണ്ടാക്കിയവരാണ് നമ്മളിവിടെ കാണുന്നത്. സോ അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് അവരെ റിവർ ഓഫ് ബോയിലിംഗ് ബ്ലഡ്, അതായത് ബോയിലാവുന്ന ചൂടുള്ള ചോര കൊണ്ട് ഉണ്ടാക്കിയ ഒരു റിവറിലിട്ട് അവർ കഷ്ടത അനുഭവിക്കും. ഇവിടെ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിമൺ ഉണ്ട്, അവരാണ് ഇവരെ നോക്കുന്നത്. ഇവിടെ നമുക്ക് ഒത്തിരി കിങ്സിനെയൊക്കെ കാണാൻ സാധിക്കും, ഒത്തിരി ഫേമസ് ആയ ഹിസ്റ്റോറിക് ഫിഗേഴ്സിനെ കാണാൻ സാധിക്കും. നമുക്ക് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അറ്റില ദ ഹൺ ഒക്കെ നമ്മൾ ഈ ഫസ്റ്റ് സബ് റിങ് ആയ വയലൻസിൻ്റെ ഫസ്റ്റ് സബ് റിങ്ങിൽ കാണാൻ സാധിക്കും. സെക്കൻഡ് സബ് റിങ് എന്ന് പറയുന്നത് വയലൻസ് അഗെയിൻസ്റ്റ് ദംസെൽഫ്, അതായത് സൂയിസൈഡ് ചെയ്യുകയും സ്വയം ഹാം ചെയ്യുകയും സെൽഫ് ഹാം ചെയ്ത് സ്വയം ഇല്ലാതാക്കി സ്വയം നശിപ്പിച്ചവരെയാണ് നമ്മൾ സെക്കൻഡ് സബ് റിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. അതായത് സ്വയം സൂയിസൈഡ് ചെയ്യുകയും ഇല്ലാതാവുകയും ചെയ്തത്. ഇപ്പോൾ ഡാൻറ്റ ഇവിടെ പറയുന്നുണ്ട്, വിർജിൽ പറയുന്നുണ്ട് ഇവിടെ, മരിച്ചതിന് ശേഷം നമുക്ക് സാൽവേഷൻ, നല്ലൊരു ലോകം ഉണ്ടാവും എന്ന് കരുതി എല്ലാവരും സൂയിസൈഡ് ചെയ്യുന്നു. പക്ഷേ ഹെൽ ടോട്ട് ദാറ്റ് നോ സാൽവേഷൻ ആഫ്റ്റർ ഡെത്ത്,
മരണത്തിന് ശേഷം മറ്റൊരു വിധിയില്ല, മറ്റൊരു മോക്ഷമില്ല. സോ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ജീവിച്ച് അതിന് ബേസാക്കിയിരിക്കും ബാക്കിയെല്ലാം എന്നിവിടെ പറയുന്നു. സോ ഈ സെക്ഷനിൽ ഇവിടെ ഉള്ളൊരു ഫേമസ് ആയ ആളാണ് പിയട്രോ ഡെല്ല വിഗ്ന. പിന്നെ ഇവിടെയുള്ളവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മരണാന്തരം ഈ സെക്ഷനിൽ വരുമ്പോൾ അവർ ഡയറക്റ്റായിട്ട് ട്രീസും ബുഷസുമായി ട്രാൻസ്ഫോം ചെയ്യും. അതായത് അവർ മരങ്ങളും ബുഷസുമായി മാറുന്നു. എന്നിട്ട് അതിനുശേഷം ഒത്തിരി ദുരിതങ്ങൾ വേറെ രീതിയിൽ അനുഭവിക്കുന്നു. ഈ വയലൻസ് സർക്കിളിലെ തേർഡ് സബ്രിങ് ആണ് വയലൻസ് ടുവേർഡ്സ് ഗോഡ് ഓർ നേച്ചർ. അതായത് ദൈവത്തിനോ പ്രകൃതിക്കോ എഗെയിൻസ്റ്റ് വയലൻസ് ചെയ്തവരാണ് ഈ തേർഡ് സബ്രിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്കുള്ള ശിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബേണിംഗ് സാൻഡ്സ്, അതായത് ചൂടുള്ള മണൽത്തരികളിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്നു. സോ ഇവിടെ ഫുൾ ബേണിംഗ് ആണ്. അതായത് ഫസ്റ്റ് സബ്രിങ് ആയ ബാക്കിയുള്ളവരുമായിട്ട് വാറേർപ്പെട്ടവരെല്ലാം ബോയിലിംഗ് ബ്ലഡ് ഓഫ് റിവർ, അതായത് ചൂടുള്ള രക്തം തിളയ്ക്കുന്ന ഒരു റിവറിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. സെക്കൻഡ് സബ്രിങ് ഉള്ളവർ നേരിട്ട് ട്രീസും ബുഷസുമായി ട്രാൻസ്ഫോം ആവുന്നു. തേർഡ് സബ്രിങ് ആയ നേച്ചറിനും പ്രകൃതിക്കും ദൈവത്തിനുമൊക്കെ എതിരായിട്ട് പാപം ചെയ്തവരെല്ലാം ബേണിംഗ് സാൻഡ്, തിളയ്ക്കുന്ന ചൂടുള്ള മണൽത്തരികളിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുന്നു. സോ ഓരോ സർക്കിൾ കൂടുമ്പോഴും കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ 8th സർക്കിളായ ഫ്രോഡിൽ എത്തുന്നു. സോ ഫ്രോഡിൽ നമ്മൾ കാണുന്നത് മറ്റുള്ളവരെ ചീറ്റ് ചെയ്ത് ജീവിച്ചവരെയാണ്, അല്ലെ മാലബോൾച്ചെ എന്ന് പറയുന്നുണ്ട്. ഈ 8th സർക്കിളായ ഫ്രോഡ് അത് 10 സബ് റിങ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓൺ ദ ബേസ് ഓഫ് ദർ ചീറ്റിങ്സ്, അവരുടെ ചെയ്ത ചതികൾക്കും തിന്മകൾക്കും എതിരെ 10 സബ് റിങ്സ് അല്ലെങ്കിൽ 10 ബോൾജിയേഴ്സ് ആയി മാറുന്നുണ്ട്. സോ നമുക്ക് ഓരോ സബ് റിങ് ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് ബോൾജിയ എന്ന് പറയുന്നത് പാൻഡറേസ് ആൻഡ് സെഡ്യൂസേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അതായത് മറ്റുള്ളവരിൽ സെഡ്യൂസിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരാവശ്യമില്ലാതെ ഡിസ്റ്റേസ്റ്റ് അല്ലെങ്കിൽ ഇമ്മൊറാലിറ്റിയൊക്കെ വിട്ട്, അതായത് മറ്റുള്ളവർ സെഡ്യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ മോഹിപ്പിച്ച് കഴിഞ്ഞവർ, അങ്ങനെ വേണേൽ പറയാം. അങ്ങനെയുള്ളവരാണ് ഇത് ഫസ്റ്റ് ബോൾജിയയിൽ നമ്മൾ കാണുന്നത്. സെക്കൻഡ് ബോൾജിയയിൽ കാണുന്നത് ഫ്ലാറ്റേഴ്സ് ആണ്. അതായത് ഈ ഫസ്റ്റ് ബോൾജിയയിലുള്ളവർക്ക് ശിക്ഷയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൂസിഫറാണ് കിങ് ഓഫ് ഹെൽ. ലൂസിഫറിൻ്റെ താഴെയുള്ള ലെഫ്റ്റനൻസും എല്ലാവരും വന്നിട്ട് അവരെ അടിക്കുകയും അവരെ മീൻസ് ആക്രമിക്കുകയാണ് അവർക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റ്സ്. സെക്കൻഡ് ബോൾജിയ എന്ന് പറയുന്നത് ഫ്ലാറ്റേഴ്സ് ആണ്. ഫ്ലാറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പുകഴ്ത്തി പറഞ്ഞ് ജീവിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ കാണുന്ന 2 ഫേമസായ ആൾക്കാരാണ് തയേയും ഹെറ്റേറിയയും. ഹിറ്റൈറയും തയ്യുമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ബോൾജിയ 2ൽ. ഇവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇവർക്ക് സീവേജ്, വേസ്റ്റ് കൂമ്പാരങ്ങൾക്കിടയിൽ അത് ബ്രീത്ത് ചെയ്തവർ അത് ശ്വസിച്ച് അവിടെ കഴിയേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത്. മൂന്നാമത്തെ ബോൾജിയ 3യിൽ നമ്മൾ കാണുന്നത്, അതായത് മൂന്നാമത്തെ സബ് റിങ്ങിൽ കാണുന്നത് സൈമണിയാണ്. സൈമണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച് വിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളും അല്ലെങ്കിൽ ചർച്ചിൻ്റെ സ്പിരിച്വാലിറ്റിയൊക്കെ ആൾട്ടർ ചെയ്ത് അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് മറിച്ച് വിൽക്കുന്നവരാണ് സൈമണിയിൽ കാണുന്നത്. സോ അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ബാപ്റ്റിസിമൽ ബാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചർച്ചിലൊരു പിള്ളേരെയൊക്കെ മാമോദിസ മുക്കുന്നൊരു ഇത് കാണാൻ പറ്റും, മാമോദിസ തൊട്ടി കാണാൻ പറ്റും, ബാപ്റ്റിസം പ്ലേസ് കാണാൻ പറ്റും. ഇപ്പോൾ ഹെല്ലിൽ ഒരു ബാപ്റ്റിസൽ ബാത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു റിവർ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിൽ മൊത്തം ഫ്ലെയിംസും തീയൊക്കെയാണ്. അതിൽ കിടന്ന് ദുരിതം അനുഭവിക്കലാണ് ഇവർക്കുള്ള പണിഷ്മെൻറ്റ്സ്. സോ ഇതിൽ കുറേ പേര് പണിഷ് ചെയ്യപ്പെടുന്നുണ്ട്. ബോൾജിയ 4ൽ കാണുന്നത് ഡിവിനേഴ്സാണ്. അതായത് തങ്ങൾ ഡിവൈൻ ആണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ഫോർച്യൂൺ, അതായത് അവരുടെ നല്ല ഭാവി പ്രവചിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, കൈനോട്ടക്കാർ, ഭാവി പ്രവചിക്കുന്നവർ, അവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ഇവർക്കുള്ള ശിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹെഡ്സ് ബാക്ക്വേർഡ്, അവരുടെ തല തിരിഞ്ഞിരിക്കും, അവരുടെ കണ്ണിൽ എപ്പോഴും കണ്ണീരായിരിക്കും. അതായത് അവർ ദൈവത്തിനെതിരായി അസ്ട്രോളജേഴ്സൊക്കെ ഇവിടെ പെടുന്നവരാട്ടോ. മീൻസ് ദൈവം മാത്രമാണ് ഭാവി പ്രവചിക്കാൻ കഴിവുള്ളവർ, വേറെ ആർക്കും പ്രവചിക്കാൻ പറ്റില്ല എന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് തെരേസിയാസ്, മാൻഡോ എന്ന് പറയുന്നതാണ്. തെരേസിയാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സഫോക്ലിസിൻ്റെ ഈഡിപ്പസ് റെക്സിലെ കുറേ ഭാവി പ്രവചകരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെയുള്ള നമ്മൾ കാണുന്ന ബോൾജിയ നമ്പർ 5ൽ ഗ്രാഫ്റ്റേഴ്സിനെയാണ് കാണുന്നത്. ഗ്രാഫ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൂടി ചേർന്ന് വേറൊരു കാര്യം ഉണ്ടാക്കുന്ന ബഡിങ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നവരാണ് ക്രാഫ്റ്റേഴ്സ്. അത് പുതുതായ ഒരു കാര്യം ഇൻവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് അവരും പാപികളായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരെ ആഴമേറിയ കുഴികളിലോട്ട് അയച്ച് അവർക്ക് അവിടെ കഷ്ടത അനുഭവിക്കാനാണ് അവരുടെ വിധി. ഓക്കെ, ഈ ഗ്രാഫ്റ്റേഴ്സിനെ ഈ ഇൻവെൻറ്റ് ചെയ്യുക എന്നതിലുപരിയായി നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൾക്കാരെയും ബാക്കിയുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബിസിനസ് മാൻ, സിന്നേഴ്സ്, അവരെ കാണാൻ പറ്റും. സോ ഗ്രാഫ്റ്റേഴ്സിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്ങിലുപരിയായി നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൾക്കാരെയും ക്രൂക്കഡായി ബിസിനസ് മാനിനെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ അവർക്കുള്ള ശിക്ഷ എന്ന് വെച്ചാൽ ഡീപ്പ് ആയിട്ടുള്ള കുഴികളിൽ, ആഴമേറിയ കുഴികളിൽ പോകുന്നതാണ്. പിന്നെ 6th ബോൾജി എന്ന് പറഞ്ഞ ഹിപ്പോക്രൈറ്റ്സ് ആണ്. അതായത് കാണുമ്പോൾ അവർ വല്ലാത്ത റിലീജിയസ് ആണ്, വല്ലാത്ത വെർച്യൂസൊക്കെ അവർക്ക് അറിയാമെന്ന് അഭിനയിച്ച് കഴിയുന്നവരാണ്. സോ അവർക്കുമുള്ള ശിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മീൻസ് അവർ വല്ലാത്ത നോബിളായി അഭിനയിച്ചതുകൊണ്ട് അവർക്കുമുള്ള ശിക്ഷ കഠിനമേറിയതാണ്. ലൂസിഫറിൻ്റെ കൂട്ടാളികളാണ് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി വരുന്നത്. ഈ ഹിപ്പോക്രൈറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ പേരുണ്ട്. ഫരീസി മീൻസ് ജീസസിൻ്റെ ലൈഫ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ഫരിസേയരും പ്രവാചകന്മാരും, മീൻസ് പ്രവാചകന്മാരെന്ന് വെച്ചാൽ ഫോൾസായ പ്രവാചകന്മാർ കേട്ടോ. സത്യസന്ധമായ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ അനുയായികളുമല്ല, അല്ലാതെ കുറേ ഫരിസേയേഴ്സും നിയമജ്ഞന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. സോ ജീസസിൻ്റെ കാലത്ത്, അതായത് അവർ ഭയങ്കര ഹിപ്പോക്രൈറ്റ്സ് ആണ്, അവർക്ക് കുറേ നോബിളായിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് കുറേ വെർച്യൂസ് അറിയാമെന്ന് അഭിനയിക്കുകയും എന്നാൽ കാണിക്കുന്നത് ഡബിൾ സ്റ്റാൻഡേർഡായ ഒരിക്കലും ബന്ധമില്ലാതെ തിന്മ പ്രവർത്തനങ്ങളുമാണ്. സോ അങ്ങനെയുള്ള ഫരിസേയരൊക്കെ ഈ 6th ബോൾജിയയിലാണ് പെടുന്നത്. പിന്നെ കാണുന്ന 7th ബോൾജിയയിൽ നമ്മൾ കാണുന്നത് തീവ്സാണ്, കള്ളന്മാരെയാണ്. സോ അവരും ബേൺ ചെയ്യപ്പെട്ട് സഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മീൻസ് അവർ പാമ്പ് കൊണ്ട് കടിപ്പിക്കപ്പെടും. ദേ ആർ ബീറ്റൻ ബൈ ദ സർപ്പൻസ്. അങ്ങനെ പാമ്പ് കൊണ്ട് കടിപ്പിക്കപ്പെട്ടിട്ട് ഈ പാമ്പിൻ്റെ വെനം അവരുടെ ശരീരത്തിൽ ഇറങ്ങിയിട്ട് ആ വെനം ഇറങ്ങുമ്പോൾ അവർ പൊള്ളും. മീൻസ് പാമ്പിനെ കടിപ്പിച്ച് അവരുടെ വെനം ശരീരത്തിൽ ഇറങ്ങുമ്പോൾ വെനം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പൊള്ളി ദുരിതം അനുഭവിക്കുന്നവരാണ്. ഈ തീവ്സാണ് നമ്മൾ കാണുന്നത് 7th ബോൾജിയയിൽ കാണുന്നത്. ഓക്കെ പിന്നെ അവിടെ ക്യാക്കസ് എന്ന് പറഞ്ഞൊരു ഫേമസ് ഫിഗർ ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്ന 8th ബോൾജിയയിൽ ഈവിൾ കൗൺസിലേഴ്സാണ്. അതായത് ഒരു രീതിയും ഇല്ലാതെ വലിയ കൗൺസിലേഴ്സായി ആക്ട് ചെയ്തിട്ട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന, അതായത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൗൺസിലേഴ്സാണ് നമ്മളിവിടെ കാണുന്നത്. അവർക്കും ഒത്തിരി ശിക്ഷകൾ ലഭിക്കുന്നുണ്ട്. 8th ബോൾജിയയിലാണ് നമ്മളിവരെ കാണുന്നത്. ആൻഷ്യൻ ഗ്രീക്സിലെ ഉലീസസിനെയും ഡിയോമെഡ്സിനെയൊക്കെ നമുക്ക് ഈ ഒരു ബോൾജിയയിൽ കാണാൻ സാധിക്കും. പിന്നെ 9th ബോൾജിയ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കാണുന്നത് സോവേഴ്സ് ഓഫ് ഡിസ്കോർഡ്. സോവേഴ്സ് ഓഫ് ഡിസ്കോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ആൾക്കാരുടെ ഉള്ളിൽ മിസ്ട്രസ്, ഒരു വിശ്വാസമില്ലായ്മ സൃഷ്ടിക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത്. സോ അവർക്കും ദേ ഹെൽഡ് ദർ ഹെഡ്സ് ആൻഡ് ഇന്നേർട്സ് ദ കയോസ് ദാറ്റ് ദേ കോസ്ഡ് ഇൻ ലൈഫ്. അവരുടെ തലയും അവരുടെ ശരീരഭാഗങ്ങളുമെല്ലാം ഒരു ദുരിതമായ അവസ്ഥ അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ സോഴ്സ് ഓഫ് ഡിസ്കോർഡിൽ ഉള്ളവർക്ക് പെടുന്നത്. കാരണം അവർ ജീവിതകാലത്ത് എത്രമാത്രം കയോസ്, അതായത് വിശ്വാസവഞ്ചന ചെയ്ത് എത്രമാത്രം കയോസും മെസ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തു, അതുപോലെയാണ് അവർക്ക് മരണത്തിന് ശേഷമുള്ള ശിക്ഷയും കാണാൻ സാധിക്കുന്നത്. സോ ഇതിൽ കാണുന്ന നമ്മൾ പ്രോഫറ്റായിട്ടുള്ള ഇസ്ലാമിലെ പ്രൊഫറ്റായ മുഹമ്മദിനെയൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അലി സക്സസർ, അങ്ങനെ കുറേ പേരെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 10th ബോൾജിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾസിഫയേഴ്സ് ആണ്. അതായത് കള്ളത്തരം പറഞ്ഞ, പേര് സൂചിപ്പിക്കുന്ന ലിറ്ററൽ മീനിങ് തന്നെ എടുക്കാം, കള്ളത്തരം പറഞ്ഞവരെയാണ് ഇവിടെ കാണുന്നത്. ഇവരുടെയും വല്ലാത്ത സഫറിങ്സ് ആണെന്നാണ് പറയുന്നത്. ഓൾ തോട്ട്സ് ഓഫ് പെയിൻ ആൻഡ് സഫറിങ് ഫെൽ അപ്പോൺ ദ ഫോൾസിഫൈസ്. എല്ലാ രീതിയിലുള്ള വേദനകളും പണിഷ്മെൻറ്റ്സും ഇവരുടെ മേലെ വരും. സോ വിർജിലും ഡാൻഡി അതിൽ കൂടെ പോകുമ്പോൾ ദേ ആർ ഹിയറിങ് ദർ വെയിലിംഗ് ആൻഡ് ബി വാണ്ട്. അവരുടെ ഈ വെയിലിങ്ങും, അതായത് അവരുടെ വിഷമിക്കുന്ന ശബ്ദങ്ങളും അവരുടെ കരച്ചിലുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് 10th ബോൾജിയയിലുള്ളവരുടെ. സോ 10th ബോൾജിയയിൽ നമ്മൾ കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. കുറേ ഇമ്പോസ്റ്റേഴ്സിനെയും ആൽക്കമിസ്റ്റിനെയും ലയേഴ്സിനെയൊക്കെ കാണാൻ സാധിക്കും. അവർക്ക് വല്ലാത്ത ഹൊറിബിളായ അവസ്ഥയാണ്. ഒത്തിരി ഡിസീസസ്, അതായത് റാഷസും ലെപ്രോസിയും കൺസെപ്ഷനും അങ്ങനെ ഒത്തിരി ഡിസീസസ് വരും. ഒത്തിരി ഡിസീസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള എല്ലാ രോഗങ്ങളും വന്ന് അവരില്ലാത്തൊരവസ്ഥയായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാലബോൾജ എന്ന് പറയുന്ന ഈ ഒരു 8th സർക്കിൾ 9th സർക്കിൾ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണിഷ്മെൻറ്റ്സ് കൂടുതലായി സിന്നേഴ്സിൻ്റെ ഏറ്റവും ദുരിതമായിരിക്കുന്ന ലൈഫാണ്. അതായത് ഉള്ള എല്ലാ പണിഷ്മെൻറ്റ്സും ഇവരിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉണ്ടാവും. സോ അങ്ങനെ 8th സർക്കിളിൻ്റെ എല്ലാ കഷ്ടതകളും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി
ഡാൻറ്റെ വിത്ത് ദ ഗൈഡൻസ് ഓഫ് വിർജിൽ അവർ 9th സർക്കിളിലോട്ട് പോവുകയാണ്. സോ ലാസ്റ്റ് സർക്കിളാണ്, 9th സർക്കിളാണ് ട്രച്ചറി. സോ ഏറ്റവും കാഠിന്യമുള്ള പണിഷ്മെൻറ്റ്സും സിന്നേഴ്സൊക്കെയാണ്. സർക്കിളിൻ്റെ ബോസ് മറ്റാരുമല്ല, ലൂസിഫർ തന്നെയാണ്, സാറ്റാൻ തന്നെയാണ്. ഇവിടെ കുറേ ഫ്രോസൺ ജെയിൻസും ആർച്ച് ഡിമൻസും കാണാൻ സാധിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോസിറ്റസ് എന്ന് പറയുന്ന, കോക്കിറ്റക്സ് അല്ലെങ്കിൽ കോസിറ്റസ്, എനിക്ക് പ്രൊനൗൺസിയേഷൻ കൃത്യമായി അറിയില്ല, ആ ഒരു ലേക്കാണ് ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ട്രച്ചറി എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സിന്നായി ഇവർ കണക്കാക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും, ബെസ്റ്റ് സുഹൃത്തുക്കളെയും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെയും നമ്മൾ താമസിക്കുന്ന സിറ്റിയെയും നമ്മൾ വിളിച്ചു വരുത്തിയ അതിഥികളെയും എല്ലാം ചതിക്കുന്നവരെയാണ് ഇവിടെ ട്രച്ചറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ സർക്കിൾ നമ്മൾക്ക് അതിൽ വീണ്ടും സബ് സർക്കിൾ അല്ലെങ്കിൽ സബ് റിങ്സ് അല്ലെങ്കിൽ സബ് റൗണ്ട് ഉണ്ട്. അങ്ങനെ 4 റൗണ്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഫസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ കെയ്നയാണ്. കെയ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിബ്ലിക്കൽ ക്യാരക്ടർ ഉണ്ട്, കായേൻ അല്ലെങ്കിൽ കെയ്ൻ, ഇംഗ്ലീഷിൽ കെയ്ൻ, മലയാളത്തിൽ കായേൻ. കായേൻ്റെ സഹോദരനായ ആബേലിനെ കൊലപ്പെടുത്തി. അതാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന ഫസ്റ്റ് മർഡർ എന്ന് പറയുന്നത്. സോ കായേൻ്റെ പേരാണ് നമ്മൾ കെയ്ന എന്ന രീതിയിൽ റൗണ്ട് ഫസ്റ്റിന് ഇട്ടിരിക്കുന്നത്. സോ നമ്മളിവിടെ കാണുന്നത് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ബന്ധുക്കാരെയും നമ്മുടെ വീടിനുള്ളിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാരെ ചതിച്ചവരെയും കൊന്നവരെയും അവർക്കെതിരെ ക്രൈം ചെയ്തവരെയാണ് നമ്മൾ ഈ സർക്കിളിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇവർക്കുള്ള പണിഷ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഴുത്ത് വരെ ഐസും കെട്ടകൾ കൊണ്ട് ഫ്രീസ് ചെയ്ത് മരവിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അവർക്കൊരിക്കലും അവരുടെ കഴുത്ത് താഴോട്ട് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. ഫുള്ള് കോൾഡാണ്. നമുക്കിവിടെ മോഡ്രഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഈ 9th സർക്കിളിലെ സെക്കൻഡ് റൗണ്ടാണ് ആൻറ്റനോറ. ആൻറ്റനോറ എന്ന് പറയുന്നത് ഒരു ട്രോജൻ ജനറലായിരുന്നു ആൻറ്റനോർ. ഒരു ഗ്രീക്ക് മിത്തിലെ ട്രോജൻ ജനറലായ ആൻറ്റനോർ അദ്ദേഹത്തിൻ്റെ ഹോം ലാൻഡായ ഗ്രീസിനെ ബിട്രൈ ചെയ്ത ഒരാളാണ്. സോ ഈ ഒരു റൗണ്ടിൽ കാണുന്നത് തങ്ങളുടെ രാജ്യത്തെയും തങ്ങളുടെ സിറ്റീനെയും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കും ഉന്നമനത്തിനും വേണ്ടി ചതിച്ചവരെയാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തലയോട്ട് വരെ, സ്കള്ളിൻ്റെ അവിടം വരെ ഐസാണ്. സോ അവർക്കും ഒരിക്കലും കഴുത്ത് താഴോട്ടാക്കാൻ പറ്റില്ല. സോ ഡാൻഡി ഇവിടെ കൗണ്ട് ഉഗോലിനോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കഴുത്തും സ്കള്ളും എല്ലാം ഐസും കട്ടയിൽ കിടക്കുവാണ്. സോ വളരെ ദുരിതമായൊരവസ്ഥ. സോ അടുത്ത് നമ്മൾ കാണുന്ന ഈ 9th സർക്കിളിൻ്റെ തേർഡ് റൗണ്ടായ ടോളമിയെ ആണ്. ടോളമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോളമി എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ ഉള്ള ഒരു റൗണ്ടാണ്. അതായത് ടോളമി എന്ന് പറയുന്ന സൺ ഓഫ് അബൂബസ് ആണ്. അദ്ദേഹം ഒരു ബിബ്ലിക്കൽ ക്യാരക്ടറായിട്ടുള്ള സൈമൺ മക്കാബിയസ് അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്തു. എന്നിട്ട് ഈ അച്ഛനെയും പിതാവിനെയും, അതായത് വിവാഹം കഴിച്ച സ്ത്രീയുടെ, അതായത് സൈമൺ മക്കാബിയസിൻ്റെ മകളെയാണ് ഈ ടോളമി വിവാഹം ചെയ്തത്. എന്നിട്ട് സൈമൺ മക്കാബിയസിനെയും ഒപ്പം ബ്രദർ ഇൻ ലോസിനെയും, അതായത് സൈമൺ മക്കാബിയസിൻ്റെ അദ്ദേഹത്തിൻ്റെ മകന്മാരെയും എല്ലാം ഒരു ഡിന്നറിനെ ക്ഷണിച്ചു. എന്നിട്ട് സ്വന്തം ഭാര്യയുടെ പിതാവാണ് അച്ഛനാണെന്ന് നോക്കാതെ അവരെ ബിട്രേ ചെയ്തവരെ കൊന്നു. സോ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മളൊരു അതിഥികളെ വിളിച്ച് വരുത്തിയിട്ട്, അതായത് വിരുന്നിനോ എന്തിനായിട്ട് അതിഥികളെ വിളിച്ച് വരുത്തിയിട്ട് കൊന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ കാണുന്നത്. സോ അവർക്കുള്ള ശിക്ഷയും അത്യാവശ്യം കഠിനം തന്നെയാണ്. അവരും ഐസിൽ തന്നെയാണ് കിടക്കുന്നത്. അവരുടെ മുഖമൊഴിച്ച് എല്ലാം ഐസിലാണ്. സോ നമ്മൾ ഫസ്റ്റ് റിങ്ങിൽ കണ്ടത് അവരുടെ കഴുത്ത് വരെ, സെക്കൻഡ് റിങ്ങിൽ കണ്ടത് അവരുടെ തലയോട്ടി വരെ, ഇന്ന് നമ്മൾ കാണുന്നത് അവരുടെ മുഖം ഒഴിച്ച് ബാക്കിയെല്ലാം ഐസിൽ കവർ ചെയ്തിട്ടാണ്. സോ ഓരോ സബ് റിങ് കൂടുന്തോറും ഐസ് ഇങ്ങനെ ഉയർന്നുയർന്ന് വരികയാണ്, കാഠിന്യം ഉയർന്നുയർന്ന് വരികയാണ്. സോ ഇവിടെ ഡാൻറ്റെ കാണുന്നത് ഫ്രാ ആൽബെറിഗോ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹം ഫേമസ് ആണ്. സോ ഈ 9th സർക്കിളിൻ്റെ റൗണ്ട് 4ൽ നമ്മൾ കാണുന്നത്, റൗണ്ട് 4ൻ്റെ പേര് ജുദേക്ക എന്നാണ്. അതായത് ജൂദാസ് സ്കറിയോത്ത. അതായത് നമുക്കറിയാം ക്രൈസ്റ്റിൻ്റെ ഒരു അപ്പോസിലാണ്, ക്രൈസ്റ്റിൻ്റെ ഒരു ശിഷ്യനായിരുന്നു ജൂദാസ് സ്കറിയോത്ത. വെള്ളി നാണയങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈശോയെ, ക്രൈസ്റ്റിനെ ഒറ്റിക്കൊടുത്ത ആളാണ് യൂദാസ് സ്കറിയോത്ത. അപ്പോൾ യൂദാസ് സ്കറിയോത്തൻ്റെ പേരിലാണ് ഈ റൗണ്ട് 4 ഉള്ളത്.
സോ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവും യൂദാസ് കറിയാത്ത് എന്താ ചെയ്തതെന്ന്. ദൈവത്തെ ഒറ്റിക്കൊടുത്തു, അതിനുശേഷം തൂങ്ങിച്ചത്തു ഈ യൂദാസ് കറിയാത്ത. അപ്പം ജൂദാസിൻ്റെ പേരിലാണ് ഈ ഒരു റൗണ്ട് ഉള്ളത്. അതായത് അവരുടെ ശിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഏത് വിഭാഗത്തിൽ പെടുന്നവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ മാസ്റ്റേഴ്സിനെയും തങ്ങളുടെ ലോഡ്സിനെയും തങ്ങളുടെ ബെനഫാക്ടേഴ്സിനെയും തങ്ങളുടെ യജമാനന്മാരെ തടവിലാക്കിയവരെ അല്ലെങ്കിൽ അവരെ ചതിച്ചവരെ ബിട്രേ ചെയ്തവരെയാണ് നമ്മൾ ഈ ഒരു സർക്കിളിൽ കാണുന്നത്. സോ ഇവരുടെ ശരീരം മൊത്തം ഐസാണ്. ഒരു ഫുൾ ഐസിൻ്റെ ഉള്ളിലാണ്. ദേ ആർ കംപ്ലീറ്റ്ലി വിത്തിൻ ഐസ്. സോ ഫസ്റ്റ് സർക്കിളിൽ നെക്ക് വരെ ഐസ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ, അതായത് ബ്ലഡ് റിലേറ്റീവ്സിന് ബിട്രേ ചെയ്തവരുടെ അവിടെ നെക്ക് വരെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ, സെക്കൻഡ് റൗണ്ടിൽ അവരുടെ സ്കള്ള് വരെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ, സെക്കൻഡ് റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രിയെ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സിറ്റിയെ ബിട്രേ ചെയ്തവർക്ക് സ്കള്ള് വരെ ഐസ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ, തേർഡ് റിങ്ങിൽ അവരുടെ ഗസ്റ്റിനെ, അവരുടെ അതിഥികളെ ബിട്രേ ചെയ്തവരെയും കൊല്ലുന്നവരെയും എല്ലാം ഫേസ് മാത്രം ഐസ് ഇല്ലാതെ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഐസ് ഉണ്ടായിരുന്നെങ്കിൽ, ഫോർത്ത് റൗണ്ടിലോട്ട് എത്തുമ്പോൾ അവർ കംപ്ലീറ്റ്ലി വിതിൻ ഐസാണ്. ഫുള്ളി അവർ ഐസിൻ്റെ ഉള്ളിൽ തന്നെ കവേർഡാണ്. സോ ഈ 9th സർക്കിളിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഹെല്ലിലെ ദ കിങ് സാത്താനെ കാണാൻ സാധിക്കും. സാത്താനെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ജയൻറ്റ്, ഒരു വലിയ, ആര് കണ്ടാൽ പേടിക്കുന്ന ഒരു ബീസ്റ്റ് പോലെയാണ്. 6 ചിറകുകളുണ്ട്, 3 മുഖങ്ങളുണ്ട്. ഒരു മുഖം ചുവന്നിട്ടാണ്, ഒരു മുഖം കറുത്തിട്ടാണ്, ഒരു മുഖം ഒരു തെളിമയില്ലാത്ത മഞ്ഞ നിറമാണ്. അതായത് ഈ 3 മുഖങ്ങളാണ്. ആര് കണ്ടാലും പേടിക്കുന്ന ഒരു ബീസ്റ്റ് പോലെയാണ്. സാത്താൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാത്താൻ്റെ വേസ്റ്റ് വരെ, അരക്കെട്ട് വരെ ഐസിലാണ്. സാത്താൻ്റെ ലെഫ്റ്റും, അതായത് ഇടത്ത് തലേൻ്റെ അവിടെയും വലത് തലേൻ്റെ അടുത്തായിട്ട് നമുക്ക് കാഷ്യസിനെയും ബ്രൂട്ടസിനെയും കാണാൻ സാധിക്കും. അതായത് ജൂലിയസ് സീസറെ ചതിച്ചവരെ നടുക്കത്തെ തലയിൽ, അതായത് സെൻട്രൽ തലയിൽ 3 തലകളുണ്ടല്ലോ, സെൻട്രൽ തലകളിൽ യൂദാസ് കറിയാത്ത്, അതായത് യൂദാസ് കറിയാത്തോയും കാണാൻ സാധിക്കും. അതായത് 3 ചതിയന്മാർ, ഏറ്റവും വലിയ ചതിയന്മാർ. സോ ചതിയാണ് ഇവിടെ ഏറ്റവും വലിയ സിന്നായിട്ട് കാണുന്നത്. സോ അങ്ങനെ നമ്മൾ 9 സർക്കിൾസും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു.